ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സങ്കല്പമാണെന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സങ്കല്പവാദം ഇന്ന് തുടങ്ങിയതല്ല, 19-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ്. യേശുക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല. അതിനുമുമ്പ് ഇവിടെ കുറേ ലിബറൽ തിയോളജന്മാരെല്ലാം യേശുക്രിസ്തുവിൻ്റെ തേജസ്സേറിയ വസ്ത്രം വരിഞ്ഞൊരിച്ചു. എന്നാൽ അവിടെ അസ്തിത്വം നീക്കിയത് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ബ്രൂണോ ബാവുവർ എന്ന് പറയുന്ന ഒരു തിയോളജനായിരുന്നു. അദ്ദേഹം യേശുക്രിസ്തുവിന് അസ്തിത്വം തന്നെ നിഷേധിച്ചു. അങ്ങനെ വന്നപ്പോൾ പലരും അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് യേശുക്രിസ്തു ജീവിച്ചിരുന്നേയില്ല, സങ്കല്പമാണെന്നൊക്കെ പറഞ്ഞ് എഴുതാൻ തുടങ്ങി. ഒരുപക്ഷെ ഈ ആശയം നമ്മുടെ ഇവിടുത്തെ മലയാള സാഹിത്യകാരൻ സഖറിയായുടെ കയ്യിൽ കിട്ടിയെങ്കിൽ അദ്ദേഹം അതും പറയുമായിരുന്നു എന്ന് ഒരു ലേഖനം യേശുക്രിസ്തു ഇന്ത്യയിൽ നിന്ന് കേട്ടപ്പോൾ ഉടനെ അദ്ദേഹം അതിനെക്കുറിച്ച് പഠനം നടത്തണമെന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണ് ഇതും പഠനം നടത്താൻ. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അനവധി ചരിത്രകാരന്മാർ യേശുക്രിസ്തുവിൻ്റെ അസ്തിത്വം സ്ഥാപിച്ചുകൊണ്ട് എഴുതാൻ തുടങ്ങി. നൂറുകണക്കിന് ചരിത്ര ഗ്രന്ഥങ്ങളുണ്ടായി. അങ്ങനെയുള്ള ചരിത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് ക്രിസ്ത്യാനി എഴുതിയതല്ല, നേരെ മറിച്ച് യുക്തിവാദിയെന്നോ നാസ്തികനെന്നോ പറയാൻ കഴിയുന്ന റനാൻ എഴുതിയതാണ്. അങ്ങനെ റനാൻ എഴുതിയതായ ആ പ്രത്യേക ചരിത്രത്തിൽ ലൈഫ് ഓഫ് ജീസസ് അതിലത് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അതുമെല്ലാം വിശദീകരിക്കുന്നില്ല, ഒരു ചെറിയ 2-3 വാചകങ്ങൾ മാത്രം. അദ്ദേഹം പറഞ്ഞു, അല്ലയോ നസറായനായ യേശുവേ, മഹാത്മാവേ, അവിടുന്ന് മഹാനായ പരിഷ്കർത്താവാണ്. അങ്ങയുടെ ദൗത്യം അങ്ങ് പൂർത്തീകരിച്ചിരിക്കുന്നു. അങ്ങ് മഹത്വത്തിൽ വിശ്രമിച്ചാലും അല്ലയോ യേശുവേ, ഇനി ഒരു 1000 ആണ്ടുകൾക്ക് ലോകത്തിലെ മുഴുവൻ ജനതയ്ക്കും അംഗീകരിക്കുവാൻ കൊള്ളാകുന്നവൻ നീ മാത്രമാണ്. അല്ലയോ 1000 ആണ്ടുകൾക്ക് അനവധി ആളുകളുടെ ഏറ്റവും വലിയ അംഗീകാരവും ആരാധനയും അങ്ങയെക്കുറിച്ച് മാത്രമല്ലേ ആയിരിക്കും. അല്ലയോ നസറായനായ യേശുവേ, ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും പ്രമാണമായിരിക്കുന്നതും അങ്ങ് തന്നെയാണ്. അല്ലയോ നസറായനായ യേശുവേ, അങ്ങാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന സകല ആശയങ്ങൾക്കും സമരത്തിനെല്ലാം കാരണമാകുന്നത്. അങ്ങയുടെ മഹത്വപരമായ നാമം വരുവാൻ പോകുന്ന ആയിരക്കണക്കിന് ങ്ങൾക്കും കാരണമാകും. അല്ലയോ നസറായനായ യേശുവേ, അങ്ങേ ഒരിക്കലും ഇളക്കി മറിക്കുവാൻ ശ്രമിക്കുന്നവന് അത് സാധ്യമല്ല, അത് ഭൂമിയെ തകിടം മറിക്കുന്നത് പോലെയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞു, അല്ലയോ നസറായനായ യേശുവേ, അങ്ങ് നീണാൾ വാഴട്ടെ. അങ്ങ് ദൈവത്തെയും ഞങ്ങളെയും മറച്ചിരുന്ന ആ തിരശീല എന്നേക്കുമായി മാറ്റിത്തന്നു. ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ദൈവത്തെയും അങ്ങയെയും വേർതിരിക്കുവാൻ കഴിയയില്ല. 1000 ആണ്ടുകൾ അങ്ങയെ പ്രകീർത്തിക്കും, 1000 ആളുകൾ അങ്ങയെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് റനാൻ തൂലിക താഴെ വെച്ചത്. ലോകപ്രസിദ്ധ നാസ്തിക ആചാര്യനായ ഇംഗർസോൾ ഒരിക്കൽ പ്രസംഗ പര്യടനം നടത്തുമ്പോൾ അമേരിക്കയിൽ പടുകൂറ്റൻ പള്ളികൾ കണ്ട് വളരെയേറെ വിഷണ്ഡചിത്തനായ ഇംഗർസോൾ തൻ്റെ സഹചരനായ ലീ വാലസിനെ വിളിച്ചു, വാലസ്, നീ ഒരു പുസ്തകം എഴുതണം. യേശുക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല, അത് നീയും ഞാനും അറിയുന്ന സത്യം, അത് ലോകത്തെ അറിയിക്കാൻ പുസ്തകം എഴുതണം. ലീ വാലസ് പറഞ്ഞു, ഞാൻ അങ്ങ് എഴുതാം ഒരു പുസ്തകം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, യേശുക്രിസ്തുവിനെ കുറിച്ചൊരു പുസ്തകം എഴുതണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി 4 സുവിശേഷങ്ങളും പരിശോധിച്ചു. ഞാൻ നേരെ പാലസ്റ്റൈനിലേക്ക് ചെന്നു. അവനെക്കുറിച്ച് എഴുതാൻ തുടങ്ങിയപ്പോൾ ഏതൊരു ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് ഞാൻ എഴുതുവാൻ ശ്രമിച്ചുവോ ആ ക്രിസ്തു ജീവിച്ചിരുന്നു എന്നുള്ളതിന് ധാരാളമായ തെളിവുകൾ ലഭിച്ചു. അതുകൊണ്ട് അദ്ദേഹം എഴുതി ലീ വാലസ് എഴുതിയ ആ പുസ്തകത്തിൻ്റെ പേര് ബൻഹർ. ബൈബിൾ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള കൃതിയായി അത് മാറി. അതുപോലെ റനാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, യേശുക്രിസ്തു ജീവിച്ചിരുന്നോ ഇല്ലോ എന്ന് പരിശോധിക്കാൻ ഞാൻ ആദ്യം 4 സുവിശേഷങ്ങളും പരിശോധിച്ചിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലകാലങ്ങൾക്ക് ഭൂമിശാസ്ത്രപരമായി മറ്റു നില എന്തെല്ലാം ബന്ധമുണ്ടെന്ന് കാണാം. ഞാൻ നേരെ പാലസ്റ്റൈനിലേക്ക് പോയി. അവിടെ ചെന്ന് അവിടെ കണ്ട ഓരോ കാഴ്ചകളും 4 സുവിശേഷത്തെയും സ്ഥിരീകരിക്കുന്ന 5-ാം സുവിശേഷമായി ഇന്ന് ക്രിസ്തുവിൻ്റെ ചരിത്രം എഴുതുന്ന ഏതൊരു ചരിത്രകാരനും 5-ാം സുവിശേഷം എന്നൊരു അധ്യായം എഴുതാതെ കഴിയുകയില്ല. അവിടെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തു ചരിത്രത്തിൻ്റെ ആണിക്കൽ തന്നെയാണ്. യേശുക്രിസ്തു ചരിത്രത്തിൻ്റെ മൂലക്കല്ലാണ്. ബൈബിൾ പറയുന്നത് പോലെ അവനത്രേ ഇതിനെല്ലാം ആധാരമായിരിക്കുന്നവൻ. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടുന്ന് വെറും കൽപ്പിത കഥയല്ല, നേരെ മറിച്ച് ആളത്വമാണ്. H.G. വെൽസ് ഇങ്ങനെ പറയുകയുണ്ടായി, ഇവനെ പരിശോധിച്ചാൽ ഒരു സങ്കല്പ പുരുഷനെന്ന് പറയാനൊക്കെയില്ല. ഇവൻ ചരിത്രം ജീവിച്ചിരുന്ന ഇത്രയേറെ കാന്താകർഷണ ശക്തിയുള്ള മറ്റൊരു വ്യക്തി ഉണ്ടായിട്ടില്ല. വെൽസ് ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ ഉദ്ധരണം തന്നെ ഒരു 100 കണക്കിന് പറയാൻ കഴിയും. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ എങ്ങനെയും ഇല്ലാതാക്കാൻ ശ്രമിച്ച എല്ലാവരും പരാജയപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ ലോകത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സർവ്വ ആരാധ്യനായി, സർവ്വ ഉന്നതനായി, സമസ്ത കരാരടപ്പുള്ളതായി ആരാധിക്കപ്പെടുന്ന ആലാപനം ചെയ്യപ്പെടുന്ന ആഘോഷിക്കപ്പെടുന്ന അനുഗ്രഹീത സത്താവിശേഷമാണ് കർത്താവായ യേശുക്രിസ്തു.